Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാമാണ് നാളെ നടക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ ഫിനാൻസ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളും പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്നത്തെ വീഡിയോയില് പാർട്ട് ബിയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പാർട്ട് ബിയിൽ നമുക്ക് 7 ചോദ്യങ്ങൾ വരുന്നു. അതിൽ 4 എണ്ണത്തിന് ആൻസർ ചെയ്യണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ബേസിക് ചോദ്യമാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. എക്സ്പ്ലെയിൻ different types of foreign investment. ബേസിക്സ് ആണ്, ഈസി അല്ലേ ഒരെണ്ണം. അതുപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടും ചോദിക്കാറുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്പ്ലെയിൻ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, നിർബന്ധമായും പഠിക്കണം. ഇനി എല്ലാ പേപ്പറിലും ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ ഏതെങ്കിലും വരാറുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന 1-2 ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ അതിൽ ആദ്യത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പോട്ട് ആൻഡ് ഫോർവേഡ് എക്സ്ചേഞ്ച് നിർബന്ധമായും പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീനിലുള്ളതാണ് ക്യാഷ് ആൻഡ് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഡിഫറൻസ്. ക്യാഷ് ആൻഡ് സ്പോട്ട് ഡിഫറൻസ് മറ്റൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് റേറ്റ് റിജീം. ഓക്കെ, difference between fixed and floating exchange rate regime. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു 3 ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അതിലാദ്യം സ്പോട്ട് ആൻഡ് ഫോർവേഡ്, പിന്നെ ക്യാഷ് ആൻഡ് സ്പോട്ട്, ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ. അടുത്തതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ADB. ഒബ്ജക്റ്റീവ്സ് ഓഫ് ADB നോക്കിയിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഇതിൻ്റെ കൂടെ ഫിഷേഴ്സ് ഇഫക്റ്റ്. ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ് കേട്ടോ. ഫിഷേഴ്സ് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് ബേസിക് ചോദ്യമാണ് അടുത്തത്. റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഗ്ലോബൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഓക്കെ, അഗെയിൻ ബേസിക് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമായും പഠിക്കുക. 3 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് അസെറ്റ് മാർക്കറ്റ് മോഡൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അസെറ്റ് മാർക്കറ്റ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് കറൻസി ഫോർകാസ്റ്റിംഗ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് കറൻസി ഫോർകാസ്റ്റിംഗ് നിർബന്ധമായും പഠിക്കുക. ഇനി നെക്സ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് റെജീമിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പ്. എക്സ്പ്ലെയിൻ എക്സ്ചേഞ്ച് റേറ്റ് റെജീം. നേരത്തെ അതിൻ്റെ ഡിഫറൻസ് ഫിക്സഡും ഫ്ലോട്ടിങ്ങിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
അതും ചോദിക്കാറുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് റെജീമിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സെപ്പറേറ്റ് വരാറുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഫ്യൂച്ചേഴ്സ് എന്താണ്? ഫ്യൂച്ചേഴ്സ് എന്താണ്? ഡിസ്റ്റിങ്ക്ട് ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂച്ചർ മാർക്കറ്റ്. ഡിസ്റ്റിങ്ക്ട് ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂച്ചർ മാർക്കറ്റ് നോക്കേണ്ട ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ബേസിക് ചോദ്യം ആയിട്ടുള്ള ഒന്നാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. ബേസിക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുള്ളതാണ്. സോ ഫാക്ടേഴ്സ് affecting foreign exchange rate. Okay. Any next significance of international finance. Basic question ആണ്. എന്താണ് ഇന്റർനാഷണൽ ഫിനാൻസ് എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജിൻ്റെ. അതുപോലെ തന്നെ significance of international ഫിനാൻസ് നിർബന്ധമായി നോക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ്. നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കാര്യം പറഞ്ഞു. അതിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ പറ്റിയിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് നിർബന്ധമായും നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി അഡീഷണൽ ആയിട്ട് 1-2 കൂടി പറയാനുള്ളത് FDA എന്താണ് നോക്കണം. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് FDAയുടെ. നെക്സ്റ്റ് തിയറീസിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുള്ളതാണ്. സോ PPP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതിനേക്കാൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. സോ ആബ്സല്യൂട്ട് ഫോം ഓഫ് PPP തിയറി. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് PPP. ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട്, SAക്ക് വരാറുള്ളതാണ്. നമ്മൾ ഇതിനായിട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടൻ വുഡ് സിസ്റ്റം 2 വെയിറ്റേജിലും വരാം, അതുപോലെ തന്നെ 3 വെയിറ്റേജിലും വരാം. അത് നോക്കണം. ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടൻ സിസ്റ്റം. ഓക്കെ, അത് നോക്കിയിരിക്കുക. ആൻഡ് ഫൈനലി ഒരു സജഷനും കൂടി നൽകാനുള്ളത് ഫ്യൂച്ചർ മാർക്കറ്റിൻ്റെയും ഫോർവേഡ് മാർക്കറ്റിൻ്റെയും ഡിഫറൻസോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ്. ഫ്യൂച്ചർ മാർക്കറ്റ് ആൻഡ് ഫോർവേഡ് മാർക്കറ്റ് ഡിഫറൻസ് കേട്ടോ, അതിനെ പറ്റിയിട്ട് നോക്കണം. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഓഫ് MNC ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒറ്റ പ്രാവശ്യം അതുകൂടിയും പറയാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഓഫ് MNCs. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ്. സോ ഡീറ്റെയിൽസിലോട്ട് ഒന്നുകൂടി കിടക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ്. ആദ്യം ബേസിക് ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യം വരുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ വരാറുള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങൾ ഏതെങ്കിലും പറയണം, എല്ലാ പേപ്പറിലും വരാറുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്പോട്ട് ആൻഡ് ഫോർവേഡ് എക്സ്ചേഞ്ച്, ക്യാഷ് ആൻഡ് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ്, ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് റെജീംസ്. ഇതൊക്കെ ADBയുടെ ഒബ്ജക്റ്റീവ്സ്. ഫിഷേഴ്സ് ഇഫക്റ്റ് എന്താണ്, റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്, സെറ്റ് മാർക്കറ്റ് മോഡൽ, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് കറൻസി ഫോർകാസ്റ്റിംഗ്, എക്സ്ചേഞ്ച് റേറ്റ് റെജീമിനെ പറ്റിയിട്ട്, പിന്നെ ഫ്യൂച്ചർ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. ഇൻ്റർനാഷണൽ ഫിനാൻസിൻ്റെ സിഗ്നിഫിക്കൻസ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ്, FDAയുടെ ഡിഫറെൻറ്റ് ടൈപ്സ്, PPP തിയറി, ദെൻ ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ, പിന്നെ മാർക്കറ്റ്, ഫ്യൂച്ചർ മാർക്കറ്റും ഫോർവേഡ് മാർക്കറ്റും നമ്മളുള്ളത് മിക്കതും ബേസിക്സിൽ അല്ല റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഓഫ് MNCs. ഇതൊക്കെയാണ് നമ്മൾ 3 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കുന്ന റിപ്പീറ്റ് ചോദ്യങ്ങൾ. സോ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഇതാണ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ഇതാണ്, ആൻഡ് ഫൈനലി ഇത്. സോ ക്ലാരിറ്റി കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ 3 പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന റിപ്പീറ്റ് ചോദ്യങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.